നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ നമ്മൾ സ്വൈര്യമായി ജീവിക്കുന്നുവെങ്കിൽ അതിന് പലപ്പോഴും നന്ദി ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൈക്കോടതിയോടാണ്. എത്രയെത്ര മനുഷ്യസ്പർശമുള്ള നിരീക്ഷണങ്ങൾ! ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ പല വിധി പ്രസ്താവങ്ങളും, നഗരങ്ങളെ മൂടിക്കെട്ടിയിരുന്ന ആ ഫ്ലെക്സുകളിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഇടപെടലുകളായിരുന്നു. കേരളത്തിനൊരു ഹൈക്കോടതിയുണ്ട് എന്ന് പലരെയും ഓർമ്മപ്പെടുത്തുന്ന ശക്തമായ നിരീക്ഷണങ്ങൾ. ഏറ്റവും ഒടുവിലിത മനുഷ്യജീവന്റെ വില അത് ഹൈക്കോടതി എടുത്തു കാട്ടുകയാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള രാജ്യത്തിന് മുതൽക്കൂട്ടാവേണ്ട മിടുക്കനായ ഒരു കൗമാരക്കാരനാണ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ബസ്സിടിച്ച് മരിച്ചത്. അപകടത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങളോടൊക്കെ നിങ്ങൾ എന്തു പറയുമെന്ന് കേരള ഹൈക്കോടതി ചോദിക്കുന്നു. അവരെ നിങ്ങൾ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? വാഹനങ്ങളുടെ മരണപ്പാച്ചിലും റോഡിലെ കുഴിയിലും പെട്ട് ജീവൻ പൊലിഞ്ഞ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ചോദ്യങ്ങളെറിയുമ്പോൾ ഈ സർക്കാർ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? നമ്മുടെ നിരത്തുകളിൽ വലിയ കുഴികളിൽ ചാടാതെ ഇരുചക്ര വാഹനക്കാർ ഒന്ന് വെട്ടിച്ചാൽ പിന്നാലെ വരുന്ന വലിയ വാഹനങ്ങൾ ആ ഇരുചക്ര വാഹനങ്ങളുടെ മുകളിൽ കയറിയിറങ്ങുന്ന എത്രയെത്ര ദാരുണ സംഭവങ്ങൾ! കൊച്ചിയിൽ ഈ മാസമുണ്ടായ അപകടത്തിൽ ഗോവിന്ദ് എസ് ഷെണോയ് എന്ന 18 വയസ്സുകാരൻ, തൃശ്ശൂരിൽ കഴിഞ്ഞ മാസമുണ്ടായ അപകടത്തിൽ വിഷ്ണുദത്ത് എന്ന 30-കാരൻ, ഇവർ രണ്ടുപേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. നിയമം കർശനമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. അമിത വേഗത്തിൽ വാഹനമോടിക്കുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തീർത്തു പറഞ്ഞു. നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തികളാകരുത്, ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. വാഹനാപകടങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ. കേരളത്തിലെ നിരത്തുകളിൽ നിത്യവും അപകടങ്ങളുണ്ടാക്കുന്ന സാഹചര്യത്തെക്കുറിച്ചായിരുന്നു കോടതി വിശദീകരിച്ചത്. റോഡുകൾ മുഴുവൻ കുഴികളാണ് എന്ന് നിരീക്ഷിച്ച കോടതി എഞ്ചിനീയർമാർക്ക് എന്താണ് പണിയെന്നും ചോദിച്ചു. ഏറ്റവും ശക്തമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ റോഡുകളും ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വാഹനങ്ങളുടെ മരണപ്പാച്ചിൽ ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എറണാകുളത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കർശന നടപടികൾ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കാനും 2 ആഴ്ചയ്ക്കകം ഇക്കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടു. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ നിരത്തിലൂടെ പായുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ നിയമം അനുസരിക്കാത്തത്? സമയക്രമം പാലിക്കാനാണ് ബസ്സുകൾ വേഗത്തിൽ പോകുന്നത് എന്നതുപോലെയുള്ള ന്യായീകരണങ്ങൾ ഇനി ഹൈക്കോടതിയുടെ മുൻപിൽ വേണ്ട. ലോകത്തെല്ലായിടത്തും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അമിതവേഗവും അലക്ഷ്യമായ ഡ്രൈവിംഗും മൂലം അപകടമുണ്ടാക്കുന്നതിന് എന്താണ് കാരണമെന്ന് കോടതി ചോദിച്ചു. അപകടമുണ്ടായാലും തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാഹനമോടിക്കുന്നവർക്കും ഇത് പ്രേരകമാകുന്നു. ഇനി അങ്ങനെ ചെയ്യുന്നത് ഒരു വിധത്തിലും വച്ചുപൊറുപ്പിക്കില്ല എന്ന് പറയാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിയണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മപ്പെടുത്തി. മനുഷ്യജീവന് ഒരു വിലയുമില്ലാത്ത ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരത്തിൽ എത്രയെത്ര ജീവനുകളാണ് ഓരോ ദിവസവും പൊലിയുന്നത്. പോലീസിന് പെറ്റി കേസ് തികയ്ക്കുക മാത്രമാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പെറ്റി കേസുകൾ എടുക്കാനായി ഹെൽമറ്റിന്റെ പേരിൽ അവർ വേട്ടയാടുന്നു പാവപ്പെട്ട യാത്രക്കാരെ. വാഹനങ്ങളുടെ വേഗം മാത്രമല്ല, തൊട്ടുരുമി മുന്നോട്ട് യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ കർശനമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. കാനഡയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ഞാൻ. അവിടെ വാഹനമോടിക്കുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ഗ്യാപ്പ് മുന്നിലുള്ള വാഹനവുമായി നമ്മൾ കർശനമായി പാലിക്കണം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ബാക്ക് ടയർ വ്യക്തമായി കാണാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഒരു അപകട സാഹചര്യത്തിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ നമുക്ക് കഴിയൂ. പണ്ട് തൊട്ടേ കേരളത്തിൽ മുട്ടി വാഹനങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോൾ റോഡുകൾ ഇത്തിരി ശരിയായതോടെ വാഹനങ്ങളൊക്കെ അമിത വേഗത്തിലാണ്. ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നാലെ വരുന്നവൻ വന്ന് ഇടിച്ച് അവൻ്റെ ജീവൻ അപകടപ്പെടും. ഇന്ന് നിരത്തിലെ പ്രധാന പ്രശ്നം പാർക്കിംഗ് തന്നെയാണ്. അശ്രദ്ധമായി വഴിയരികിൽ പാർക്ക് ചെയ്യുകയല്ലാതെ മനുഷ്യർ എന്തു ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഒന്ന് പാർക്ക് ചെയ്യണമല്ലോ. റോഡ് വികസനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പാർക്കിംഗ് ഏരിയകൾ കണ്ടെത്തി അത് വികസിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഭരണ സംവിധാനം അത്തരം കാര്യങ്ങൾക്ക് യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകട്ടെ എന്നാണ് അവരുടെ ഭാവം. ഇനി റോഡിലെങ്ങാനും വാഹനം അലക്ഷ്യമായി പാർക്ക് ചെയ്താൽ അത് പണപ്പിരിവിനുള്ള ഒരു മാർഗവുമാണ്. ഹൈക്കോടതി ഇടപെടലോടെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത സർക്കാർ പാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മറുവശത്ത് ഒരു ദിവസം മുൻപ് ഹൈക്കോടതി നടത്തിയ മറ്റൊരു ശ്രദ്ധേയ നിരീക്ഷണം, ഇതും നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതുണ്ട്. അന്ന് തെരുവുനായ ശല്യത്തിലാണ് രൂക്ഷമായ പ്രതികരണം ഹൈക്കോടതി നടത്തിയത്.
നായകളുടെ കടിയേറ്റ് 16 പേർ 1 വർഷത്തിനുള്ളിൽ മരിച്ചു എന്ന് കോടതി ഓർമ്മപ്പെടുത്തി. 1 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കടിയേറ്റത് എന്നും കോടതി പറഞ്ഞു. നായകളുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി മാതൃകയിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനും ജസ്റ്റിസ് CS ഡയസ് ഉത്തരവിട്ടു. തെരുവ് നായകൾക്കു വേണ്ടി വാദിക്കുന്ന മൃഗസ്നേഹികൾ അവയെ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന കോടതിയുടെ ചോദ്യം. അതിനു മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി മൃഗസ്നേഹികളുടെ അഭിഭാഷകന്. തെരുവ് നായകളുടെ കടിയേറ്റാൽ നായകളുടെ പരിപാലകർക്കെതിരെ കേസെടുക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയെ കക്ഷി ചേർക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ശക്തമായ നിയമം ഇക്കാര്യത്തിൽ നടപ്പാക്കും എന്ന സൂചനയാണ് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. നായകളുടെ കടിയേറ്റവർക്കേ അതിന്റെ വേദനയും ബുദ്ധിമുട്ടും മനസ്സിലാകൂ. നായകടി മൂലം ഉറ്റവരെ നഷ്ടപ്പെട്ടവരുണ്ട്. ആളുകൾക്ക് രാവിലെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ. ജനങ്ങൾക്ക് വളരെയേറെ ആശങ്കയുണ്ട്. ഇതിനൊരു പരിഹാരമുണ്ടായേ തീരൂ. മനുഷ്യരും മൃഗങ്ങളും സഹവർത്തിക്കുന്നുവെങ്കിലും മനുഷ്യരുടെ അവകാശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തേ മതിയാകൂ എന്ന് ഹൈക്കോടതി. നായകളുടെ കടിയേറ്റവരിൽ വാക്സിൻ എടുത്ത കുട്ടികൾ പോലും മരിക്കുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്നു. 9,000-ഓളം അപേക്ഷകർ നഷ്ടപരിഹാരത്തിനായി കെട്ടിക്കിടക്കുന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവർക്ക് ഫണ്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ് പതിവ്. സംസ്ഥാന സർക്കാർ ഇതിനുള്ള പണം അനുവദിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. നായകടിയേൽക്കുന്നവർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം പരിഗണിക്കാൻ കോടതി പറഞ്ഞു. ദയാവധം തെരുവുനായ പ്രശ്നത്തിനൊരു പരിഹാരമല്ല. തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് കോടതി പല സമയങ്ങളിലായി നിരവധി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിൽ എത്ര തെരുവ് നായകളുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതിയുടെ ഉത്തരവ്. മനുഷ്യൻ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് കുറ്റകരമാണ്. അതുപോലെ മൃഗങ്ങൾ മനുഷ്യരെ ഉപദ്രവിച്ചാലും അതിനെ പരിപാലിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ തദ്ദേശ സെക്രട്ടറിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. മൃഗസ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കൂടി നിർദ്ദേശിക്കാൻ കോടതി പറഞ്ഞു. നായകളെ ഏറ്റെടുക്കാനും മറ്റും പലരും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവയ്ക്ക് ഷെൽട്ടർ ഹോം ഉണ്ടാക്കാൻ കേരളത്തിൽ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. തെരുവുനായ്ക്കളെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് മൃഗസ്നേഹി സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് കോടതി ചോദിച്ചപ്പോൾ അഭിഭാഷകന്റെ തല കുനിഞ്ഞുപോയി. ശ്രദ്ധേയമായ 2 നിരീക്ഷണങ്ങൾ. ഹൈക്കോടതി മാനവികതയിൽ പ്രത്യേകിച്ച് മനുഷ്യജീവന്റെ വില കൽപ്പിക്കുന്നതിൽ കൂടുതൽ ശക്തമായി ഇടപെടുന്ന കാഴ്ച, കണ്ണു നിറയുന്ന കാഴ്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.